വളരെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ ടിഫിനകത്ത് കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. 2 മിനിറ്റോളം ഇട്ട് വെക്കുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റർ ഉപയോഗിച്ച് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത ആ പൊട്ടറ്റോ നമുക്ക് തണുത്ത വെള്ളത്തിൽ തന്നെ ഇട്ട് 3-4 പ്രാവശ്യം കഴുകണം. ആ വെള്ളം ക്ലിയറായി കിട്ടുന്നിടം വരെ നമുക്കത് കഴുകിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ കഴുകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്തെ സ്റ്റാർച്ച് അത് കുറയ്ക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കുക്ക് ചെയ്യുമ്പോഴുള്ള ഒരു പശ സ്റ്റാർച്ചില്ലേ, അതൊന്ന് കുറഞ്ഞ് കിട്ടും. ഇങ്ങനെ തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇട്ട് വെച്ച് എന്നിട്ട് കഴുകി എടുക്കുമ്പോൾ അതിൻ്റെ ആ പശ ആ സ്റ്റാർച്ചെല്ലാം കുറഞ്ഞ് കിട്ടും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ കാണണമെങ്കിൽ അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. അങ്ങനെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത ആ പൊട്ടറ്റോ അതിനകത്ത് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ പൊട്ടറ്റോയും ഫ്ലോറൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടി കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്ത് പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ പരത്തുമ്പോൾ സൈഡൊക്കെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരത്തക്ക രീതിയിൽ ആണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ വരത്തക്ക രീതിയിൽ ആണ് സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് അപ്പം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിട്ട ശേഷം നമുക്ക് അതിലേക്ക് ഒരു സൈഡിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ടയുടെ പുറത്ത് കുറച്ച് ചീസ് കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസിനകത്ത് ഉപ്പുള്ളതുകൊണ്ടാണ് പിന്നെ മുട്ടയ്ക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടാഞ്ഞത്. എന്നിട്ട് ആ പൊട്ടറ്റോയുടെ ബാക്കി സൈഡ് മുട്ടയുടെ പുറത്ത് കവർ ചെയ്യുന്ന രീതിയിൽ മടക്കി വെക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചും കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നിടം വരെയും കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അങ്ങനെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ ടിഫിനകത്ത് കൊടുത്തുവിടാൻ പറ്റിയ
ഈസിയായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. അതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.